ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു വെറൈറ്റി നല്ലൊരു പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതും ഒരു സ്റ്റൈൽ മോഡൽ തന്നെയുള്ള നെക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റിയ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു നല്ല അടിപൊളി ഡിസൈനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറന്നു പോകരുത്. അതേപോലെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 290 നൈറ്റി മെറ്റീരിയൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചുരിദാർ കട്ട് നൈറ്റിയിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 290 നൈറ്റി മെറ്റീരിയൽ ഇവിടെ ഞാൻ 4ആക്കി മടക്കിയിട്ട് നമ്മൾ സാധാരണ ചുരിദാർ കട്ട് ചെയ്തെടുക്കൂലേ, ചുരിദാർ കട്ട് നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണമെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം ഇതേപോലെ ഒരു യു ഷേപ്പിൽ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ വീതിയും 5.5 ഇഞ്ച് കഴുത്തിൻ്റെ നീളവും എടുത്ത് ഫ്രണ്ടിലെ കഴുത്ത് യു ഷേപ്പിൽ വെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ 7 ഇഞ്ച് എടുത്ത്, കൈക്കുഴി 7 ഇഞ്ച് എടുത്ത് അവിടെയൊക്കെ ആ ഭാഗവും വെട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെസ്റ്റ് അളവ് ഇതിന് ഞാനൊരു ലാർജ് സൈസിലുള്ളൊരു നൈറ്റിയാണ് ഇത് കട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഒരു 11.5 ഇഞ്ച് തയ്യൽ തുമ്പടക്കം നമുക്ക് തയ്ച്ച് ചെയ്യുമ്പോൾ 10.5 ഇഞ്ച് മതിയാകും. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 11.5 ഇഞ്ച് ചെസ്റ്റ് അളവ് എടുത്തിട്ടുണ്ട്. അതേപോലെ വേസ്റ്റ് അളവ് 10.5 ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെയ്യാനുള്ളൊരു ഒരു പീസ് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് കളറിലെ പീസാണ് ഇതിന് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പീസ് എടുത്തിട്ട് അതിലെങ്ങനെയാണ് ഡിസൈൻ ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഈ പീസ് ഇതേപോലെ 2ആക്കി ഒരു വശം നമ്മൾ ഈ കാണുന്ന നമുക്ക് ആവശ്യമുള്ളൊരു വീതിയിൽ നമ്മൾ 2ആക്കി മടക്കി വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് ഈ പീസിന് എനിക്കിപ്പോൾ ഒരു 4.5 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവും ഉള്ളൊരു പീസാണ്, നമുക്ക് ഒരു സ്ക്വയറായിട്ടുള്ളൊരു പീസാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പീസ് ഞാൻ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. 2ആക്കി മടക്കിയിടുമ്പോഴാണ് 4.5 ഇഞ്ച് വീതി എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിവർത്തിയിടുമ്പോൾ 9 ഇഞ്ച് വീതിയാണ് വേണ്ടത്. നീളം അത് തന്നെ 11 ഇഞ്ച്. ആ 2ആക്കി മടക്കിയിട്ടിട്ടുള്ള അളവാണ് ഞാൻ 4.5 ഇഞ്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ 9 ഇഞ്ച് വീതിയാണ് ഞാൻ പിന്നെയും പറയുന്നതിന് തെറ്റിപ്പോകരുതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒന്ന് അളവെടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫോൾഡ് ചെയ്ത് ഭാഗത്ത്, അവിടെ നിന്നാണല്ലേ നമ്മളെപ്പോഴും കഴുത്തിൻ്റെ ഭാഗം തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു 2.5 ഇഞ്ച് കഴുത്തിൻ്റെ വൈഡ് അകലം എടുക്കുന്നുണ്ട് കേട്ടോ. 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ 2.5 ഇഞ്ചിൽ നിന്ന് 5.5 ഇഞ്ചോളം കഴുത്തിൻ്റെ നീളം എടുത്ത് നമ്മൾ ഇവിടെ ഒന്ന് ബോക്സ് രൂപത്തിൽ വരച്ച് അതൊന്ന് യു ഷേപ്പ് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 4.5 ഇഞ്ചല്ലേ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ 4.5 ഇഞ്ച് ഈ കഴുത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 4.5 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞ് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 11 ഇഞ്ചും അടയാളപ്പെടുത്തുക. 11 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഈ ഇത് ഒരു ബോക്സ് രൂപത്തിലാക്കി വരച്ചു കൊടുക്കുക. ഇതേപോലെ 11 ഇഞ്ച് കിട്ടണ ഭാഗത്തേക്ക് ഇതേപോലെ നമ്മളൊന്ന് ബോക്സാക്കി വരച്ചു കൊടുത്താൽ. അപ്പോൾ ഇവിടെ നമുക്ക് 4.5 ഇഞ്ച് തന്നെയാണ് കിട്ടേണ്ടത്. അതും ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ വരക്കണം കേട്ടോ. 4.5 ഇഞ്ചാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഈ മുകൾ ഭാഗത്തെ അതേ അളവ് തന്നെ താഴെയും കിട്ടണം. എന്നിട്ട് നമ്മൾ അതനുസരിച്ചായിരിക്കണം കട്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. 4.5 ഇഞ്ച് അതൊന്ന് ബോക്സാക്കി വരച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പീസ് കിട്ടി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗവും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
വേഗം കഴിയുന്ന എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നെക്കിൻ്റെ ഡിസൈനാണ് ഞാൻ കാണിക്കുന്നത്. കാരണം വെച്ചാൽ ഒട്ടും അറിയാത്തവരിക്കും അതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിനി ആദ്യം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡിസൈനൊക്കെ നിങ്ങളെ കാണിച്ചെന്ന് നിങ്ങൾക്ക് ഒട്ടും അറിയാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അവർക്കൊരു എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള അധികം ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈൻ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. സാവധാനം കുറച്ച്, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി ഭംഗിയുള്ളതും പിന്നെ കുറച്ച് വെറൈറ്റീസായ നെക്കൊക്കെ നമുക്ക് പിന്നെ കാണിച്ച് വീഡിയോയിൽ ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോളൂല. ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ്. അത്ര അധികം ബുദ്ധിമുട്ടില്ലെങ്കിലും ഒരു ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി നമ്മുടെ വെട്ടി വെച്ചേക്കണം നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക. അത് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ആ പീസിൻ്റെ മുകളിലേക്കായിട്ട് ഈ പീസൊന്ന് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കും. കറക്റ്റായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തു കൂടി നമുക്കൊന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു 3 വശത്തും നമ്മളൊന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പീസാണ് നമ്മളിട്ട് പൈപ്പിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു നെയ്റ്റിയുടെ പീസ് നമ്മളിവിടെ ഇതേപോലെ 2 ഭാഗത്തായിട്ട് ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് 2 പീസുകൾ വെച്ച് കൊടുക്കും. ഞാനപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ ഇതേപോലെ 2 പീസ് 1 ഇഞ്ച് വീതിയിൽ നമ്മുടെ ഇതിനാവശ്യമുള്ള വീതി ഉണ്ടല്ലോ, ഈ ഒരു പീസിന് നമ്മൾ 9 ഇഞ്ചാണല്ലോ വീതി എടുത്തേക്കണം. ആ 9 ഇഞ്ച് വീതിയിൽ ഇത് കണ്ട ഇതേപോലെ നമ്മൾ ഇവിടെ 1 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളവും എടുത്ത് 2 പീസുകൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ 2 പീസ് ഒന്ന് ഇതേപോലെ ചെറുതാക്കി ഒന്ന് മടക്കി നമുക്ക് ഒന്ന് അരികത്ത് കൂടി അടിച്ചിട്ടൊന്ന് ചെറിയ പീസാക്കി മടക്കി ഇതേപോലെ ഉണ്ടേ 2 വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു 2 പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് ഒരു ഇഞ്ച് വീതിയാണ് കേട്ടോ ഇതിന്, 9 ഇഞ്ച് നീളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് 9 ഇഞ്ചാണല്ലോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 2 പീസുകൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 വശത്തെയും തയ്യൽ തുമ്പ് കണ്ട ഇതേപോലെ 2 വശം അത് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്നും കൂടി മടക്കി ചെറിയ വീതി മതി കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു പീസും കൂടി അതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ 2 സൈഡും ഉള്ളിലേക്കാക്കി വെച്ചിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കുക. നമ്മളൊരു വള്ളിയൊക്കെ അടിക്കണം അതേപോലെ തന്നെ, അതിനേക്കാളും കുറച്ചും കൂടി വീതി ഉണ്ടെന്ന്. അത്ര അധികം വീതിയില്ല, എന്നാലും കുറച്ചും കൂടി വീതിയിൽ അടിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഈ ഒരു ബ്ലാക്ക് പീസ് നമ്മൾ വെട്ടിയിട്ടില്ലേ, അതിൻ്റെ ബാക്കിൽ ഞാൻ ഇതേപോലെ ലൈനിങ് കുറച്ച് കട്ടി കിട്ടാനായിട്ട് ഈ ഒരു പീസ് മാത്രം ആയിട്ടുണ്ടെങ്കിൽ കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കട്ടി കിട്ടാൻ വേണ്ടി ഒരു ലൈനിങ് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അളവിൽ വെട്ടിയിട്ട് ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്തുനിന്ന് മുകളിലേക്കായിട്ട് ഇതേപോലെ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഈ താഴെ ഭാഗത്ത് നിന്നിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമുക്കതൊന്ന് തയ്ച്ചെടുക്കുക.
1 ഇഞ്ച് ആണ് കേട്ടോ. ഈ താഴേന്ന് 1 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സ്ട്രെയിറ്റായിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ 2 വശവും പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ അടുത്ത പീസ് നമുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പീസിനേക്കാളും 1 ഇഞ്ചും കൂടി അകലം കണക്കാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഈ 2 പീസുകൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു വശത്ത് കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ ബാലൻസ് തന്നെ പീസൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇരിക്കും. നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. നമുക്ക് എളുപ്പമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം നമുക്കൊന്ന് ക്രോസ് പീസ് ഞാൻ ഇതേപോലെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഇത് വെച്ചിട്ട് പൈപ്പിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 1/4 ഇഞ്ച് അകലത്തിൽ തയ്യൽ തുമ്പിടുക. ഈ പീസ് നല്ല പീസിൻ്റെ മുകളിൽ വെക്കുക. ക്രോസ് പീസ് ഈ ഒരു പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് 1/4 ഇഞ്ച് അകലത്തിൽ എല്ലാ വശവും 1/4 ഇഞ്ച് അകലം തന്നെ ആയിരിക്കണം കേട്ടോ. 1/4 ഇഞ്ച് അകലത്തിൽ നമുക്ക് അറ്റം വരെ കഴുത്തിൻ്റെ അറ്റം വരെ തയ്ച്ചു കൊടുക്കുക. ഇനി അടിയിൽ ലൈനിങ് വെക്കണതിന് പകരം ക്യാൻവാസ് വെച്ച് കൊടുക്കുക. അങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ചിലവർക്ക് ക്യാൻവാസ് വെച്ചാലാണ് തൃപ്തിയാവുള്ളൂ, ഭംഗിയാവുള്ളൂ എന്നൊക്കെ തോന്നണവർക്ക് ഈ ഒരു ബ്ലാക്ക് പീസിൻ്റെ അടിയിൽ ഞാൻ ലൈനിങ്ങിന് പകരം ക്യാൻവാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ലൈനിങ്ങാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഇതേപോലെ തന്നെ ഈ തയ്യൽ തുമ്പ് ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ക്രോസ് പീസ് ആ ഒരു പീസിൻ്റെ താഴേക്ക് മറിച്ച് ഉരുട്ടി തയ്ച്ചു കൊടുക്കുക. ചെറിയ വീതി മതി കേട്ടോ. ബ്ലാക്ക് പീസുമ്പോൾ എന്തൊരു വർക്ക് ചെയ്താലും നല്ല ഭംഗി തന്നെ ആയിരിക്കുള്ളൂ. ബ്ലാക്കിനൊരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ? ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നൈറ്റി മെറ്റീരിയലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ബ്ലാക്കും ഡിസൈൻ ഉള്ളതാണെങ്കിൽ ഭയങ്കര സെയിലായിരിക്കുള്ളൂ അതിന്. കാരണം അത് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ നൈറ്റ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഒരുപാട് അജറക്കിൻ്റെ 290-ൻ്റെ 320-ൻ്റെ ഒക്കെ പീസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കും. അതിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ നമ്മൾ ഇത് പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 വശവും കൂടി നമുക്ക് പൈപ്പിങ് ചെയ്തെടുക്കാം. ബാലൻസ് ഒന്ന് നിൽക്കണ കട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ക്രോസ് പീസൊക്കെ കൂട്ടാൻ അറിയാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. വെട്ടാനും ക്രോസ് പീസ് വെട്ടാനും അതേപോലെ ജോയിൻ്റ് ചെയ്യാനൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. അതേപോലെ ഒരുപാട് കമൻ്റ് എനിക്ക് പ്ലീറ്റഡ് നൈറ്റിയുടെ ഒരു കട്ടിങ് വീഡിയോ ഉണ്ട്. അതിൽ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ
ഒരുപാട് ആൾക്കാർ നിങ്ങൾ കാണുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ 2 പ്രാവശ്യം അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ചാനലൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് പോയി കാണട്ടോ. ഞാനതിൽ കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്. എന്നാലും പിന്നെയും ഓരോരുത്തർ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് പറഞ്ഞ് പിന്നെയും കമൻറ്റ് ചെയ്യണുണ്ട്. അപ്പോൾ ഞാനതാണ് ഈ വീഡിയോ കൂടി പറഞ്ഞത് കേട്ടോ. ഇനി അത് കണ്ടിട്ടും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ വേറൊരു വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ വേറൊരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കോർണറിൽ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് കുത്തി നിർത്തണം, എന്നിട്ട് വേണം പിന്നെ മുന്നോട്ട് തയ്ക്കാനും കേട്ടോ. അപ്പോൾ ഈ 2 കോർണറിൽ നമ്മൾ ഇതേപോലെ കുത്തി നിർത്തി 1/4 ഇഞ്ച് അകലത്തിലാണ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചു കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് എടുക്കാം. ഇതൊന്ന് താഴത്തേക്ക് വെച്ചിട്ട് ഉരുട്ടി എടുത്തിട്ട് പൈപ്പിങ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം ലൈസൊക്കെ വെക്കാം കേട്ടോ. ഈ പൈപ്പിങ്ങിന് പകരം ലൈസ് വെച്ച് കൊടുത്താലും ഭംഗിയുണ്ടാവും കേട്ടോ. ലൈസ് വെച്ച് കൊടുക്കുക. അതേപോലെ ഏതിൻ്റെങ്കിലുമൊക്കെ എന്താ പറയുക ഒരു പട്ട പോലെയൊക്കെ നമ്മൾ പിടിപ്പിക്കൂലേ. ഇപ്പോൾ ചുരിദാറിൻ്റെ നെക്കിനും ഈ ഒരു ഇത് വെക്കാം കേട്ടോ. ചുരിദാറിൻ്റെ നെക്കായിട്ടും ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചുരിദാറിൻ്റെ ചില പീസിലൊരു പട്ട പോലെയൊക്കെ വരും നമ്മുടെ ടോപ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ വെച്ച് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ ആ മോഡൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഇതേപോലെ വീഡിയോ കണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പൈപ്പിങ് ചെയ്യണ കാര്യത്തിൽ. പെർഫെക്റ്റ് ആവുമോ ഫിനിഷിങ് ആവുമോ എന്നുള്ള ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത് അത് നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നല്ല ഫ്ലോ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പേടിച്ചിരുന്നാലാണ് ഒരു കാര്യം നടക്കാത്തത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്ക് പൈപ്പിങ് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ആ പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് തയ്യൽ കയറി പിടിക്കുമോ, അത് വൃത്തികേടാകുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമ്മൾ നല്ല ക്ഷമയോടുകൂടി തന്നെ സ്റ്റിച്ചിങ് ചെയ്തെടുത്താലെങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കണ നമ്മുടെ മനസ്സിലൊരു ഭംഗി നമ്മളൊരു ഇങ്ങനെ വിചാരിക്കുമല്ലോ, നമ്മൾ ഉദ്ദേശിക്കണ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും നല്ല ക്ഷമയോടുകൂടി തന്നെ തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബാലൻസ് തന്നെ പീസ് മാറ്റുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ലേ, നല്ല അടിപൊളിയായിട്ട്. ബ്ലാക്കുമായി ഈ ഒരു കളർ വരുമ്പോൾ ബ്ലാക്കുമായി ഇത് കളർ വന്നാലും നല്ല ഭംഗി തന്നെ ആയിരിക്കുള്ളൂ. നമുക്കിനി ഇതെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പീസ് ഇതും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസിന് നമ്മുടെ തയ്യൽ തുമ്പ് ഇടണം. കാരണം ഇത് നമ്മളിങ്ങനെ ഇതേപോലെ ഇതിൻ്റെ അടിയിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുള്ളൂ കേട്ടോ. ഇതേപോലെ ആദ്യം നമ്മളിങ്ങനെ ഇത് പതിച്ചടിക്കും, ഈ 3 വശവും പതിച്ചടിക്കും, കഴുത്തും പതിച്ചടിച്ചിട്ട് ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ താഴേക്ക് വെച്ചിട്ട് ഇതേപോലെ മടക്കി ഇങ്ങനെ അടിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച്
തയ്യൽ തുമ്പ് കണക്കാക്കി ഞാനിവിടെ ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് പതിച്ചു കൊടുക്കുക. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടി പൈപ്പിങ് കയറി പിടിക്കാത്ത നിലക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഈ 3 ഭാഗത്തും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുത്തി നിർത്തുക, എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ താഴെയുള്ള പീസും മുകളിലെ പീസും ഒന്നും ചുളുക്ക് വരാതെ തന്നെ തയ്ച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതേപോലെ വെച്ച് തയ്ക്കാൻ പേടിയുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുത്തും കൂടി ഒന്ന് ഫിനിഷ് ആക്കാനുണ്ട്. 4 ഇഞ്ച് വീതി തയ്യൽ തുമ്പ് ഇങ്ങനെ മതി കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ഇതേപോലെ താഴേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ അറ്റം വരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞത് ഇതേപോലെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗവും ഈ ഒരു പീസും കിട്ടി. എന്താ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആയില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.